നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രയാസങ്ങളും നീങ്ങുന്ന, ചോദിക്കുന്നതൊക്കെ പടച്ചോൻ തരുന്ന അത്ഭുതങ്ങളുടെ കലവറയായ അറഫാ ദിനം നമ്മിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ നാട്ടിൽ വരുന്ന ബുധനാഴ്ചയാണ്. സൗദി അറേബ്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ചൊവ്വാഴ്ചയാണ്. ഏതായാലും ഈ പരിശുദ്ധമായ ദിനത്തിൽ അള്ളാൻ്റെ ഒരു നോട്ടുണ്ട്, പടച്ചോൻ്റെ ഒരു തിരുനോട്ടുണ്ട്. ഈ നോട്ടം വീട്ടിൽ 7 സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള മനുഷ്യന്മാർക്ക് കിട്ടൂല. വീട്ടിൽ നിന്ന് 7 സാധനം എടുത്ത് കളയണം. 7 സാധനം വീട്ടിൽ നിന്നെടുത്ത് ക്ലീൻ ആക്കിയില്ലെങ്കിൽ പടച്ചോൻ്റെ നോട്ടം കിട്ടൂല, ദുആക്കുത്തരം കിട്ടൂല, സമാധാനം കിട്ടൂല. നമ്മുടെ ജീവിതം താറുമാറാകും. ഇക്കൊല്ലെങ്ങാനും നമ്മൾ മരിച്ചാൽ തൗബയില്ലാണ്ട് മരിക്കേണ്ട ഒരവസ്ഥ വന്നേക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ അറഫാ ദിനം വരുമ്പോൾ നമ്മൾ ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലാൻ തയ്യാറാണ്. പക്ഷേ അതിനു മുൻപ് 7 വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തു മാറ്റണം. അതുമാത്രമല്ല, ഇന്ന് പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ തർവിയ രാവാണ്, അതായത് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ തുടങ്ങുന്ന രാവാണ്. ഈ പരിശുദ്ധമായ രാത്രി ചൊല്ലാനുള്ള ഒരു അത്ഭുതം നിറഞ്ഞ ദിക്റും കൂടെ ഞാൻ പറഞ്ഞു തരാം. മനസ്സറിഞ്ഞ് ചൊല്ലണം, ജീവിതത്തിൽ അന്വർത്ഥമാക്കണം. ഈ പുണ്യം നിറഞ്ഞ എല്ലാ മനോഹരമായ രാത്രിയുടെയും പകലിൻ്റെയും പ്രതിഫലം സിദ്ധിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പിയല്ലേ എല്ലാവരും? ഇന്ന് ദുൽഹജ്ജ് മാസത്തിൽ ആദ്യത്തെ തിങ്കളാഴ്ച രാവാണ് കടന്നു വരുന്നത്. 2 ദിവസം കഴിഞ്ഞാൽ പരിശുദ്ധമായ അറഫാ ദിനം നമ്മിലേക്ക് വരുന്നു. ഒരു ദിവസത്തിനപ്പുറം വിദേശത്തുള്ളവർക്ക് അറഫാ ദിനം കടന്നു വരുന്നു. ഇന്ന് വിദേശത്തുള്ളവർക്ക് പരിശുദ്ധമായ തർവിയ രാവാണ്. അങ്ങനെ തുടങ്ങി ഏറ്റവും മനോഹരമായ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ അള്ളാഹു റബ്ബുൽ ആലമീൻ പടച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളൊരു പകൽ വരികയാണ്. ഏതാണത്? അറഫാ ദിനം. അന്നത്തെ ദിവസം ഇബാദത്ത് ചെയ്യണതിനേക്കാൾ പടച്ചോൻ ഇഷ്ടം വേറൊന്നുമില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ടാര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അന്നത്തെ ദിവസം ഇബാദത്ത് ചെയ്യണത് പോലെ പടച്ചോൻ ഇഷ്ടം വേറൊരു പരിപാടിയില്ല. അത്ര ഇഷ്ടമാണ്. അള്ളാഹ് ഇങ്ങനെ നമ്മളിലേക്ക് നോക്കുന്ന നിമിഷം, ആർക്കാണ് എൻ്റെ കാരുണ്യം വേണ്ടത്, ആരാണ് എന്നിലേക്ക് അടുക്കുന്നത്, ഇല്ലേ? അള്ളാഹ് അങ്ങനെ നോക്കണ നിമിഷം വല്ലാത്തൊരു അത്ഭുതമല്ലേ? ആ മഹാഭാഗ്യം നമുക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനു കൊള്ളാം? അതുകൊണ്ട് പടച്ചോനോട് ചോദിക്കേണ്ടതൊക്കെ ചോദിച്ചു മേടിക്കണം, എല്ലാം ചോദിച്ചു മേടിക്കണം. റബ്ബുൽ ആലമീൻ്റെ മുമ്പിൽ പൊട്ടിക്കരയണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഏറ്റവും കൂടുതൽ നമ്മൾ ചോദിക്കേണ്ടത് പടച്ചോനെ എനിക്ക് നിന്നെ വേണമല്ല എന്നാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചോദിച്ചാലും കിട്ടാത്ത കുറച്ച് മനുഷ്യന്മാരുണ്ട്. വീട്ടിൽ നിന്ന് 7 സാധനം എടുത്ത് മാറ്റണമെന്ന് നമ്മൾ പറഞ്ഞു, ഇല്ലേ? ഏതാണ് നമ്മുടെ വീട്? നമ്മുടെ കൽബാണ്. നമ്മുടെ വീടും പരിസരമൊക്കെ നമ്മൾ റമദാനിനും ദുൽഹജ്ജിനൊക്കെ ഭൗതികമായ വീടൊക്കെ നമ്മൾ വൃത്തിയാക്കും. പക്ഷെ ആത്മീയതയുടെ വീടായ കൽബ് നമ്മൾ വൃത്തിയാക്കാറുണ്ടോ? 7 സാധനം വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റണം. അങ്ങനെ മാറ്റുമെന്ന് ഉറപ്പുണ്ടോ? ഉണ്ടോ? പറഞ്ഞ് ഉണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ 7 സാധനത്തിൽ നിന്ന് മാറിയില്ല എങ്കിൽ 7 ആളുകളിലേക്ക് പടച്ചോൻ്റെ നോട്ടം ഈ അറഫാ ദിനത്തിലുണ്ടാവില്ല. എത്ര ഭാഗ്യഹീനരായ ആളുകളാണ് അവർ. ആ അറഫാ ദിനം കിട്ടുന്ന ഒരു മഹാഭാഗ്യവാന്മാരാണെങ്കിൽ ഇവർ ഭാഗ്യഹീനരാണ്. ഇവർക്കൊരു ബർക്കത്തുണ്ടാവും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുമോ? കാരണം അള്ളാഹു അവൻ്റെ അടിമകളിലേക്ക് കാരുണ്യത്തോടെ നോക്കുന്ന സമയത്ത് ഈ മനുഷ്യന്മാർക്ക് പടച്ചോൻ്റെ കാരുണ്യം കിട്ടൂല. അതും പരിശുദ്ധമായ അറഫയിൽ പോലും അള്ളാഹ് നോക്കൂല്ലെങ്കിൽ എത്ര വലിയ അപകടമാണത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 7 കാര്യങ്ങൾ? 7 മനുഷ്യന്മാരാരാന്ന് പഠിച്ചിട്ട് നമ്മളതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറിക്കണ്ടേ? വേണ്ടേ? അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഒന്നാമത്തെ വിഭാഗം ആരാന്നറിയോ? മുശ്രിക്കുകളാണ്. ശിർക്ക് ചെയ്യുന്നവർ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. അറഫയിൽ പോയി നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും, ഗുരുവായൂരപ്പനെ ആരാധിക്കുന്ന ആരെങ്കിലും അറഫയിൽ പോയി നിൽക്കുന്നുണ്ടോ? അറഫാ ദിവസം നോമ്പ് പിടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അറഫയിൽ നിൽക്കുന്ന ആളുകളിലേക്ക് തന്നെ പടച്ചോ നോക്കൂല. അതിൽ മുശ്രിക്കുകളുണ്ടെങ്കിൽ അപ്പോൾ എങ്ങനെ അറഫയിൽ മുശ്രിക്കുകൾ ഉണ്ടാവുക? അത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതായത് ബിംബാരാധനയുമുണ്ട്, വിഗ്രഹ ആരാധനയുമുണ്ട്. മനസ്സ് കൊടുത്ത് കേൾക്കണം കേട്ടോ. ബിംബാരാധനയുണ്ട്. അതേതാ? അതിപ്പോൾ നമ്മുടെ അയ്യപ്പൻ്റെ വിഗ്രഹമുണ്ട്, അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹമുണ്ട്. ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. അവരൊരിക്കലും മുസ്ലിങ്ങളല്ല, അല്ലേ? മുസ്ലിങ്ങളാണോ അവർ? അല്ല.
എന്നാൽ 99% ഹജ്ജിന് പോയ ആളുകളും 99% അറഫ നോമ്പ് പിടിക്കുന്ന ആളുകളും പക്ക മുശ്രിക്കുകളാണ്. അവർ വിഗ്രഹാരാധകരാണ്, ബിംബാരാധകരല്ല, പക്ഷേ വിഗ്രഹ ആരാധകരാണ്. അതെന്താ ഉസ്താദേ ഞങ്ങളെയൊക്കെ അങ്ങനെ വിഗ്രഹാരാധകരാണ്, ഞങ്ങൾ മുശ്രിക്കീങ്ങളാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണമുണ്ട്. എന്താണെന്നറിയോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് വരെ നിസ്കരിക്കാൻ നേരത്ത് നിങ്ങൾ എന്ത് പറഞ്ഞാൽ കൈകെട്ടണേ? അല്ലാഹു അക്ബർ, ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് അല്ലേ? എനിക്ക് ഏറ്റവും വലിയവൻ ആരാണ്? അള്ളാഹുവാണ്. എന്നിട്ട് നിങ്ങൾ നിസ്കരിക്കാൻ കൈകെട്ടിയിട്ട് ഇന്ന് വരെ കൽബിൽ ആ തക്ബീർ മുതൽ സലാം വീട്ടണത് വരെ അള്ളയാണോ നിങ്ങളുടെ കൽബിലുണ്ടായിരുന്നത്? ആണോ? അല്ല. നിങ്ങളുടെ കൽബിൽ കടന്നു വരുന്നത് കച്ചവടമാണ്, സമ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ സമ്പത്തിൻ്റെ ആരാധകരാണ്, അള്ളാഹുവിൽ ശിർക്ക് ചെയ്തവരാണ്. എത്ര ഗൗരവമാണത്! നിങ്ങൾ സമ്പത്തിനെ ആരാധിക്കുന്നവരാണ്, സമ്പത്തിൻ്റെ പൂജകരാണ്. മനസ്സിലായോ? സക്കാത്ത് പോലും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നവൻ്റെ പേടി എന്താ? എൻ്റെ പൈസ തീർന്നു പോവോ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെന്ന് ചിന്തിച്ചിട്ട് പേടിക്കണോനാ. അവൻ സമ്പത്തിൻ്റെ ആരാധകനാ. അവൻ അറഫയുടെ പുണ്യം കിട്ടൂല. അവൻ്റെ അറഫയിൽ അള്ളാഹു അറഫ ദിവസം പോലെ അവനിലേക്ക് നോക്കൂല. ഇനി നിസ്കരിക്കാൻ കൈകെട്ടിയപ്പോൾ തന്നെ കെട്ടിയോക്കട മുഖമാണ് ഇങ്ങനെ തെളിഞ്ഞു വന്നെങ്കിലോ? കൈ കെട്ടിയത് മുതൽ സലാം വീട്ടുന്നത് വരെ കെട്ടിയോളാണ് മനസ്സിൽ. നീ കെട്ടിയോളുടെ പൂജകനാണ്, നീ ഭാര്യയെ ആരാധിക്കുന്നവനാണ്, അള്ളാഹുവിൽ ശിർക്ക് ചെയ്തവനാണ്. അങ്ങനെയൊന്നും ഉണ്ടാവൂല്ലോ ഉസ്താദേ, കെട്ടിയോളൊന്നും ആയിരിക്കൂല, വേറെ പെണ്ണുങ്ങളായിരിക്കും അല്ലേ? ഏതായാലും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നു, സംഗതി മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളിപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ മത്തി പൊരിക്കാനിട്ടിട്ട് കൈകെട്ടുകയാണ്. കൈകെട്ടിയിട്ട് അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ കൈകെട്ടിയിട്ട് മനസ്സ് മുഴുവൻ സലാം വീട്ടണത് വരെ ചാളയായിരുന്നു, മത്തിയായിരുന്നു. അപ്പോൾ നിങ്ങൾ മത്തിയുടെ ആരാധകരാണ്, അള്ളാഹ്ക്ക് പകരം മത്തിയെ പൂജിച്ചവരാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പം കൽബ് കഴുകി ആ കൽബിൽ അള്ളാഹു എന്ന ബോധമില്ലാത്തവൻ, എല്ലാത്തിനും വലുത് അള്ളയാണെന്ന ബോധ്യമില്ലാത്തവൻ, അവനിലേക്ക് പടച്ചോൻ നോക്കൂല. ഈ പരിശുദ്ധമായ രാവിൽ നരകമോചനം അള്ളാഹു വാരിക്കോരി കൊടുക്കുന്ന പകലിൽ എത്രമേൽ മനോഹരമായ ഈ അറഫ ദിവസത്തിൽ പോലും ഈ മുശ്രിക്കീങ്ങളിലേക്ക് പടച്ചോൻ നോക്കൂല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ കാപട്ടിയൊക്കെ മാറ്റിയിട്ട് എൻ്റെ റബ്ബൻ്റെ നാഥൻ അള്ളയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ, അള്ളയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. അള്ള ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, അള്ളയില്ലേ ഒന്നുമില്ല. അപ്പം അള്ളാനെ പിടിക്കണം. മനസ്സിലായോ? അപ്പോൾ മുശ്രിക്കീങ്ങളിലേക്ക് പടച്ചോൻ നോക്കൂല. രണ്ടാമത്തെ ആളുകൾ, പടച്ചോൻ നോക്കാത്ത ആളുകൾ, അറഫയിൽ പോലും ഒരു പുണ്യം കിട്ടാത്ത ആളുകൾ, അഹങ്കാരം നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. അഹങ്കാരികൾ. അഹങ്കാരികൾക്കൊന്നും കിട്ടൂലടോ. അഹങ്കാരം ആരുടെ സ്വഭാവമാണ്? യാ മുത്തക്കബ്ബിറു യാ അല്ലാ. മുത്തക്കബ്ബിർ, അഹങ്കരിക്കാൻ യോഗ്യത ഉള്ളവൻ ആര് മാത്രം? അല്ല മാത്രമാണ്. നമ്മുടെ മനസ്സിലൊരു അഹങ്കാരത്തിൻ്റെ ധ്വനി വരുന്നുണ്ടോ? കിട്ടൂല കേട്ടോ, നിങ്ങൾക്ക് സാധനം കിട്ടൂല. നിങ്ങളിപ്പോൾ അയൽവക്കത്തെ വീട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സഹായം വല്ലപ്പോഴും ചെയ്തു കൊടുത്തു, നിങ്ങൾക്കൊരു പ്രയാസം വന്നപ്പോൾ അവർ നിങ്ങളെ സഹായിച്ചില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുക? ഓ, അവളൊക്കെ അങ്ങനെ കിടന്നപ്പോൾ ഞാൻ കൊടുത്തില്ലേ. നീ പച്ച അഹങ്കാരിയാണ്, നിനക്ക് അല്ലാഹുവിൻ്റെ നോട്ടം കിട്ടൂല. ഈ പരിശുദ്ധ ദിനത്തിൽ പോലും പടച്ചോൻ നിന്നിലേക്ക് നോക്കൂല. നീ കൊടുത്തതല്ല, നിനക്ക് അല്ലാഹു തന്നതാണ്. നീ കൊടുക്കാന്ന് പറഞ്ഞാൽ നീ ആളാകുകയല്ല വേണ്ടത്. നിന്നോടൊരു പാവപ്പെട്ടവൻ ചോദിക്കാണ് പൈസ, ചോദിക്കുമ്പോൾ നീ പൈസ കൊടുക്കാറില്ല അവർക്ക്. അപ്പം നീ ആളാകുകയല്ല വേണ്ടത്. നീ ചിന്തിക്കേണ്ട എന്താ? പടച്ചോനെ, എന്നിലുള്ള മാലിന്യത്തെ കഴുകാൻ വന്നോനാ. കാരണം ഞാൻ അയാൾക്ക് പൈസ കൊടുക്കുമ്പോൾ എനിക്കെന്താ കിട്ടണേ? എനിക്ക് പടച്ചോൻ സ്വർഗം തരിക, എനിക്ക് പടച്ചോൻ കൂലി തരിക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് കൂലി വാങ്ങിത്തരാൻ പടച്ചോൻ അയച്ച അള്ളാൻ്റെ വിരുന്നുകാരാണ് ആര്? ഈ ഭിക്ഷ യാചിച്ച് വന്നേക്കണത്. അതുകൊണ്ട് അവരെ കാണുമ്പോൾ ആദരിക്കുകയാണ് വേണ്ടത്, അല്ലാണ്ട് കാണുമ്പോഴത്തേക്ക് ഞാൻ തിരക്കേടില്ല എന്ന തോന്നലല്ല വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അഹങ്കാരം നിങ്ങളുടെ കൽബിലുണ്ടോ? ഒരു സംഗതി പടച്ചോൻ്റെ നോട്ടം ഉണ്ടാവില്ല. ദീനിനെ കളവാക്കിയതാരാ? പാവപ്പെട്ടവർക്കൊന്നും കൊടുക്കാത്തവരാ. പാവപ്പെട്ടവന് കിട്ടുന്നത് തടയുന്നവർ, യത്തീമിന് കിട്ടുന്നത് തടയുന്നവർ. എന്നിട്ട് പറയാം ഫവൈലുൽ മുസല്ലീൻ. എന്തേ കാരണം? അവൻ്റെ നിസ്കാരം കൊണ്ടവൻ നാശാണ് വാങ്ങിയത്. നിസ്കരിച്ചിട്ട് നരകത്തിൽ പോണവൻ. എന്തേ കാരണം? അവൻ്റെ കൽവിൽ
യത്തീമിന് കൊടുക്കാത്തത്, പാവപ്പെട്ടവന് കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? അവൻ അള്ളാനേക്കാൾ വലുത് സമ്പത്തിനെ കരുതിപ്പോയി. അവനുണ്ടാക്കിയതെന്നുള്ള പൈസ ആണെന്നുള്ള ചിന്ത വന്നുപോയി, അഹങ്കാരിയായിപ്പോയി. അള്ളാൻ്റെ കസേരയിൽ കയറി അവനിരിക്കാൻ നോക്കിയപ്പോൾ പടച്ചോൻ അവനെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എത്രമേൽ ഗൗരവമാണ്. അപ്പോൾ ഈ സംഗതി അഹങ്കരിക്കുന്നവരിലേക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ അറഫ ദിനത്തിൽ നോക്കില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് മൂന്നാമത്തേത് കുടുംബബന്ധം മുറിച്ചു മാറ്റിയവനാ. കുടുംബബന്ധം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. അർറഹീമു മുഅല്ലഖും ബിൽ അർശ്. ഞാൻ പലപ്പോഴും ഉദ്ധരിച്ചൊരു ഹദീസാണ്. അള്ളാഹിൻ്റെ അർശിൻ്റെ ചോട്ടിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്, ബന്ധിപ്പിക്കപ്പെട്ടേക്കാ കുടുംബബന്ധത്തെ. മൻ വസലനി വസലഹുല്ല. അവിടെ കിടന്ന് കുടുംബബന്ധം ദ്വാരക്കും, പടച്ചോനെ എന്നെ ചേർത്തോനെ നീ ചേർക്കണേ അല്ല. വമൻ ഖതഅനി ഖതഅഹുല്ല. എന്നെ മുറിച്ചോനെ നീ നശിപ്പിക്കണേ അല്ല. അപ്പം നമ്മളോട് മിണ്ടാത്ത ആളുകളൊക്കെ ഉണ്ടാവുന്നേ. നമ്മളോട് മിണ്ടാത്ത, നമ്മളോട് പിണങ്ങി നിൽക്കുന്ന, നമ്മളെ കണ്ടാൽ ചിരിക്കാത്ത, സലാം പറയാത്ത, സലാം പറഞ്ഞാൽ മടക്കാത്ത, നെവർ മൈൻഡ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടാവും. അവരെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും നമ്മൾ പറയാം. നമ്മൾ മിണ്ടുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവരുടെ ചിരി കാണാനല്ല. നമ്മൾ മിണ്ടുന്നത് ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മിണ്ടുമ്പോൾ അവർ ചിരിച്ചാലെന്ത്, ചിരിച്ചില്ലെങ്കിലെന്ത്, അവർ ചീത്ത പറഞ്ഞാലെന്ത്, നമുക്ക് സന്തോഷം. കാരണം എന്താ? ഞാൻ മിണ്ടിയത് എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ്. അവൻ ചീത്ത പറഞ്ഞാൽ നമുക്കൊന്നും കൂടെ നല്ലതാണ്. കാരണം എന്താ? പടച്ചോൻ എന്നെ ഒന്നും കൂടെ ഇഷ്ടാവുമല്ലോ. അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ മിണ്ടിയിട്ട് എനിക്ക് കേട്ടത് ചീത്തയാവുമ്പോൾ അള്ളാഹ്ക്ക് എന്നെ ഒന്നും കൂടെ ഇഷ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നല്ല ചീത്ത വിളി കേൾക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഭയങ്കര ഗൗരവമാണ്. കുടുംബ ബന്ധം മുറിച്ച ആളുകളിലേക്ക് പടച്ചോൻ്റെ നോട്ടം ഉണ്ടാവില്ല. മൂത്താപ്പാനോട്, കൊച്ചാപ്പാനോട് പരസ്പരം മിണ്ടാതെ നിൽക്കുന്ന ആളുകൾ. എന്തിനേറെ ഞാൻ എപ്പോഴും പറയുന്നൊരു സംഗതിയാണത്. ഈ പരിശുദ്ധ ദിനം വരുമ്പോൾ പിണങ്ങാൻ നിൽക്കണ ഭാര്യയും ഭർത്താവും ഉണ്ടാവും. കറക്റ്റ് അറഫയുടെ ദിവസം വരുമ്പോഴത്തേക്ക് നല്ല അടിയിടിയും പ്രശ്നങ്ങളായിരിക്കും. പിണങ്ങരുത് എന്ന് കരുതുന്നുണ്ടോ? നമ്മളന്ന് കിടിലം പിണക്കം പിണങ്ങും. ഒരു കാര്യം ഉണ്ടാവില്ല, വെറുതെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം അങ്ങോട്ട് തുടങ്ങിയിട്ട് വലിയ പ്രശ്നത്തിൽ എല്ലാം കഴിഞ്ഞുകൊണ്ട് അറഫ ദിവസമായിരുന്നല്ലോ, അടി നഷ്ടപ്പെട്ടു പോയല്ലോ, വല്ല കാര്യമുണ്ടോ? അപ്പോൾ ബന്ധം മുറിക്കുന്നവരിലേക്ക് പടച്ചൊന്നും നോക്കൂല. ബന്ധങ്ങളെ പരിഗണിക്കണം. ഭാര്യയെ പരിഗണിക്കണം, ഭർത്താവിനെ പരിഗണിക്കണം, കുടുംബത്തെ പരിഗണിക്കണം. പ്രത്യേകിച്ച് ഭാര്യയോട് എപ്പോഴും കേട്ടോ ആ ബന്ധത്തിന്. അതല്ലേ നമ്മൾ സലാം പറഞ്ഞ് വീട്ടിലേക്ക് കയറിയാൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പഠിപ്പിച്ചതാരാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. വെറുതെ സലാം പറയാനല്ല, സ്നേഹമാണ്. കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. നിൻ്റെ സലാം കേൾക്കുമ്പോൾ അവളുടെ മനസ്സ് നിറയണം. അവളുടെ ചിരി കാണുമ്പോൾ നിൻ്റെ മനസ്സ് നിറയണം. അവളിങ്ങനെ ഒന്നുണ്ട്, അസ്സലാം ഉമ്മ വന്നുണ്ട്, സലാം അലൈക്കും, എന്നാ പിടിച്ചോ, അലൈക്കും സലാം, എവിടെ പോയി കിടക്കരുത്, എത്ര നേരം മനുഷ്യൻ നോക്കിയേക്കണം. ഈ സലാം കൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ. ഈ സലാം കൊണ്ട് കുടുംബത്തിൽ ബർക്കത്തല്ല, ദാരിദ്ര്യം ഉണ്ടാവുക. സ്നേഹത്തോടെ എവിടെയായിരുന്നു ഈ കാക്ക ഇത്ര നേരം? മനുഷ്യൻ കാത്തിരുന്ന് ഇടങ്ങേറായല്ലോ. എത്ര നേരമായി ഭക്ഷണം ഇവിടെ വെച്ചേക്കണത്. കാക്ക വരാണ്ട് ഞങ്ങൾ കഴിക്കൂല കേട്ടോ. വേഗം ആവട്ടെ, കാക്ക വാ, ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, കാക്ക വേഗം കുളിച്ച്. വെള്ളം ഇപ്പോൾ എടുത്ത് വെക്കേണ്ട കാര്യമില്ല, ഷവറുണ്ട്. എന്നാലും വെറുതെ എന്തെങ്കിലും അങ്ങോട്ട് ഒരു എന്തെങ്കിലുമൊക്കെ പറഞ്ഞു റൊമാൻറ്റിക്കായിട്ട് ആ സംഗതി ഒന്ന് ഭംഗിയാക്കുക. പരസ്പര ആ ബന്ധം അത് പടച്ചോൻ ഇങ്ങനെ നോക്കും. നിങ്ങൾ റൊമാൻറ്റിക്കായി സംസാരിക്കുന്നത് കാരുണ്യത്തോടെ നോക്കിക്കാണും ആര്? അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പോൾ ബന്ധങ്ങളൊക്കെ മുറിച്ചവരാണോ നിങ്ങളിലേക്ക് അറഫയുടെ പുണ്യം കടന്നു വരില്ലെന്ന് റസൂലുള്ളാഹ്. നാലാമത്തേത് പരസ്പരം ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകൾ, കണ്ടാ മിണ്ടാത്ത ആളുകൾ, മുഷാഹിൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഒരു കാരണമില്ലാണ്ട് പിണങ്ങി നിൽക്കുന്ന ആളുകൾ. അയൽവക്ക വീടുകളിലോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടോ? അവർ പിണങ്ങിക്കോട്ടെ, നമ്മൾ പിണങ്ങണം എന്തിനാ? അങ്ങനെ പിണങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി ബന്ധം ചേർക്കുന്നവരല്ല. അള്ളാഹ്ക്ക് വേണ്ടി ബന്ധം ചേർക്കുന്നവൻ അയൽവക്കത്തുള്ളവർ മിണ്ടിയില്ലെങ്കിൽ എന്ത്? നമ്മൾ മിണ്ടും. അവർ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും നമ്മൾ മിണ്ടും. അവർ നമുക്കൊന്നും തന്നില്ലെങ്കിലും നമ്മൾ കൊടുക്കും അല്ലേ? അങ്ങനെയല്ലേ? നമ്മൾ വയ്യാണ്ട് കിടന്നപ്പോൾ അവർ സഹായിച്ചില്ലെങ്കിലും അവർ വയ്യാണ്ട് കിടക്കുമ്പോൾ നമ്മൾ സഹായിക്കും. അവർക്കൊരു അസുഖം വരുത്തല്ലേ പടച്ചോനെന്ന് നമ്മൾ ദ്വാരക്കും, അവർ ദ്വാരുന്നില്ലെങ്കിലും. മനസ്സിലായോ? ഇങ്ങനെയുള്ള ആളുകളിലേക്ക് പടച്ചോൻ ഇങ്ങനെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കും. കാരണം അത് അള്ളാൻ്റെ സ്വഭാവമാണ്. അള്ളാൻ്റെ സ്വഭാവം എന്താ? നമ്മൾ എന്തോരം തോന്നിയാസം ചെയ്തിട്ടും പടച്ചോൻ നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കണില്ലേ? ഈ സ്വഭാവം നമ്മളിലുണ്ടാവണം. ലൈഫ് സെറ്റാണ്. ഈ സ്വഭാവം ഇല്ല, നമ്മൾ വിട്ടു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എല്ലാവരോടും നല്ലത് ചെയ്യാം. അനാവശ്യമായിട്ട് പിണങ്ങിക്കാൻ പാടില്ല. അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ, അതായത് പുത്തൻവാദികളോട് പിണങ്ങേണ്ടി വരും. കാരണം അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് പിണക്കം. അല്ലാതെ ഒരു കാരണമില്ലാതെ നമ്മുടെ കുടുംബ പ്രശ്നവും സ്വത്തിൻ്റെ പ്രശ്നവും പറഞ്ഞ് അള്ളാഹ്ക്ക് വേണ്ടിയല്ലാത്ത പിണക്കങ്ങൾ, അങ്ങനെ പിണങ്ങിയവരിലേക്ക് പടച്ചോൻ നോക്കൂല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്തേത് വാപ്പാനും ഉമ്മാനും വേദനിപ്പിക്കണവർ. യാ റബ്ബി, അങ്ങനെ കുറേ മനുഷ്യന്മാരുണ്ട് കേട്ടോ, വാപ്പാനും ഉമ്മാനും വേദനിപ്പിക്കുന്ന ആളുകൾ. മരുമകളുടെ, അതായത് ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് സ്വന്തം വാപ്പാനും ഉമ്മാനും വേദനിപ്പിച്ച ഒരു സഹോദരനെക്കുറിച്ച് ഒരു ഉമ്മ എന്നോട് സങ്കടം പറഞ്ഞു. ഒരുപാട് അവൾ എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഉസ്താദെ. ഞാൻ അന്വേഷിക്കുമ്പോഴത്തേക്ക് അത്രയും നല്ലൊരു അമ്മായിയമ്മേനെ അവൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. അങ്ങനെ പാവമായിരുന്നു ആ ഉമ്മ. ആ ഉമ്മാനായിട്ട് ഇങ്ങനെ
പൊറോട്ടക്ക് മാവ് കുഴക്കുന്നത് പോലെ ഇട്ട് ഇടങ്ങേറാക്കിയിട്ടുണ്ട് ആ പെണ്ണ്. അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് തിരിച്ച് മരുമോളെ ഇടങ്ങേറാക്കുന്ന ഉമ്മമാർ ഒരുപാടുണ്ട്. ഉമ്മായും മോളായി മാറുന്നേ, മനസ്സിലാവുന്നുണ്ടോ? വാപ്പാനും ഉമ്മാനെ വേദനിപ്പിക്കുന്ന ആളുകൾ. ഈ പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ട് ഇവൻ ഒരുപാട് തെറി പറയും ഉമ്മാനെ, ഒരുപാട് ചീത്ത പറയും വാപ്പാനെ. അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് പോലും കണക്ക് പറയും. എടാ, അതായത് ഈ നമ്മൾ എല്ലാ ശിക്ഷയും അല്ല ആഖിറത്തിലേക്ക് വെക്കുമെങ്കിലേ ദുനിയാവിൽ നിന്ന് നരകിപ്പിച്ചിട്ട് ആഖിറത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില സംഗതികളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വാപ്പാനും ഉമ്മാനെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത്. വാപ്പാനും ഉമ്മാനെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ അത് ദുനിയാവിൽ കിടന്ന് പെടഞ്ഞ് മരിക്കും, പെടഞ്ഞിട്ടേ മരിക്കുള്ളൂ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ വാപ്പാനും ഉമ്മാനെ വേദനിപ്പിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. ഈ അറഫാ ദിവസമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം അവർക്ക് കൊടുക്കുക, ഒരു ചെറിയ ഹദിയൊക്കെ വെച്ച് കൊടുക്കുക. ദ്വാരക്കനോട്ടോ അപ്പി, ദ്വാരക്കനോട്ടോ ഉമ്മി പറയാം, ഒരു ഉമ്മ കൊടുക്കുക. വാപ്പാനും ഉമ്മ വെച്ചിട്ട് എത്ര കൊല്ലമായി നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങളൊരു ഉമ്മ കൊടുത്തിട്ട് എത്ര നാളായി? ഉമ്മാക്ക് ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവും, വാപ്പാക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് എത്ര നാളായി? ആ വാപ്പാനൊന്ന് ചേർത്ത് പിടിച്ചിട്ട് ഉമ്മാൻ്റെ വാപ്പാൻ്റെ മടിയിൽ കിടന്നിട്ട് എത്ര നാളായി? പെണ്ണ് കെട്ടിയിട്ട് ഉമ്മാടെ മടിയിൽ കിടക്കുന്ന ചെക്കന്മാർ എത്ര പേരുണ്ട്? കല്യാണം കഴിഞ്ഞ ശേഷം വാപ്പാടെ മടിയിൽ കിടക്കണ പെമ്മക്കൾ എത്ര പേരുണ്ട്? ഒന്നും മടിയിലൊന്ന് തലവെച്ച് കിടക്കാൻ പറ്റുന്നുണ്ടോ? അവരൊന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ വാപ്പായാണ്, നിൻ്റെ ഉമ്മായാണ്. പെണ്ണ് കെട്ടിയതുകൊണ്ട് ഇവരൊന്നും നിൻ്റേതല്ലാതാകുന്നില്ല. മനസ്സിലാവുന്നുണ്ട്? അതുപോലെ തന്നെ ഭാര്യയുടെ ഉമ്മാനെ നീ കൂടുതൽ പരിഗണിക്കണം. അവർ നിൻ്റെ സ്വന്തം ഉമ്മയെ പോലെയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ തൊട്ടാൽ വുളു മുറിയൂല. നിങ്ങൾ തമ്മിലുള്ള ബന്ധം തീർന്നാലും, അതായത് ഭാര്യയും ഭർത്താവും തൊലാക്ക് ചൊല്ലിയാൽ പോലും ഈ അമ്മായിയമ്മയും മരുമോനും തമ്മിലുള്ള, അതുപോലെ തന്നെ മരുമോളും അമ്മായിയപ്പനും തമ്മിലുള്ള ബന്ധം മാറൂല. അവർ വാപ്പായും ഉമ്മായിയായിട്ട് എന്ന് നിലനിൽക്കും. മനസ്സിലാവുന്നുണ്ട്? അവരെ തൊട്ടാൽ വുളു മുറിയൂല. അപ്പം അത്രയും നല്ല ബന്ധം. ആ ബന്ധം മുറിച്ചിട്ട് നിങ്ങൾ അറഫാ ദിനത്തിൽ കിടന്ന് പൊട്ടിക്കറിഞ്ഞിട്ടോ ഹജ്ജിന് പോയിട്ടോ ഒരു കാര്യമില്ല. അവരമ്മൽ അള്ളാഹു സ്വീകരിക്കൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആറാമത്തേത് മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ടവർ. യാ റബ്ബി, എല്ലാ തിന്മയുടെയും താക്കോലാണ് ലഹരി, അല്ലേ? നമ്മുടെ കുട്ടികളൊക്കെ ഇന്ന് പല ലഹരിക്ക് അഡിക്റ്റായി പോവുകയാണ്, മയക്കുമരുന്നിനൊക്കെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പം ലഹരിക്കടിമയായ ആളുകളുണ്ടോ? അവരിലേക്ക് പടച്ചോ നോക്കൂല. ഒരുപാട് സഹോദരിമാർ നമ്മുടെ സങ്കടം പറയുന്നുണ്ട് കമൻസിലൊക്കെ. സാധേ ഭർത്താവ് ലഹരിക്കടിമയായിപ്പോയി, മക്കൾ ലഹരിക്കടിമയായിപ്പോയി. അള്ളാഹു നല്ല വഴി കാണിച്ചു കൊടുക്കട്ടെ. അള്ളാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ഏഴാമത്തേത് ഹറാമായ സമ്പാദ്യമുള്ളവരിലേക്കും പടച്ചോ നോക്കൂല. ഹറാമും ഹലാലൊന്നും നോക്കാണ്ട് സമ്പാദിച്ചിട്ട് ആ സമ്പാദ്യത്തിൽ തിന്നുകൊഴുത്ത മനുഷ്യന്മാരാണ് നമ്മളെങ്കിൽ നമ്മളിലേക്ക് പടച്ചോൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം അറഫാ ദിനത്തിലുണ്ടാവില്ല. എന്തോരം നന്മ ചെയ്താലും അള്ളാഹു സ്വീകരിക്കൂല. സമ്പാദിക്കുന്നത് ഹലാലാകണം. പഴയ സ്വാലിഹത്തുകളായ സ്ത്രീകളൊക്കെ പറയുമായിരുന്നു അത്രേ, അവർ ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ ഞങ്ങൾ പട്ടിണി സഹിച്ചോളാം, പക്ഷെ നരകത്തിലെത്തി സഹിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല കേട്ടോ. പട്ടിണി ഞങ്ങൾ സഹിക്കും. നിങ്ങൾ ജോലിക്ക് പോയിട്ടില്ലപ്പോൾ പൈസയൊന്നും കിട്ടിയില്ലെങ്കിലും ഹറാമായത് കൊണ്ടുവരണ്ട, നരകത്തിലെ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റൂല. പത്രമേൽ ഗൗരവമാണ്. അപ്പോൾ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ നമ്മുടെ കൽബിലുണ്ടോ? അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വീട് ശുദ്ധീകരിക്കുക. കൽബെന്ന വീട് ശുദ്ധീകരിച്ചിട്ട് അറഫയെ സ്വീകരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് തർവിയാരാവ് വരുമ്പോൾ ഗൾഫിലുള്ളവരും നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പതിവാക്കേണ്ട ഒരു ദിക്റുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് ചോദിച്ചൊരു സംഭവം ഉണ്ടല്ലോ, പടച്ചോനെ ഞാൻ മുസ്തജാബ് ദഅവയാകാൻ, അതായത് ദുആഇന് ഉത്തരം കിട്ടുന്ന ആളാകാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ദുൽഹജ്ജിലെ ആദ്യപത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ അധികരിപ്പിക്കുന്നവർക്ക് മുസ്തജാബ് ദഅവയാകാൻ പറ്റും, ദുആഇന് ഉടൻ ഉത്തരം കിട്ടുന്ന ആളാകാൻ പറ്റുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ആരെ? മൂസാ നബിയെ. ഇപ്പോൾ ധാരാളം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ കാര്യം പറഞ്ഞു. റിലീഫ് പദ്ധതിയിലേക്ക് കഴിയുന്നവർക്ക് ഹദിയ ചെയ്യണം. നമ്മുടെ നമ്പറിലേക്ക് അയച്ചിട്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു QR കോഡ് ഉണ്ട് സൈഡിൽ, അതിൽ സ്കാൻ ചെയ്തിട്ട് അയക്കുക. ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ നമ്മൾ ആര് ചേർത്ത് പിടിക്കും? അല്ലാഹു റബ്ബുൽ ആലമീൻ ചേർത്ത് പിടിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താ? തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ ഇബ്രാഹിം നബിയുടെ ദുആ എന്താണ്? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം. ഇങ്ങനെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സഹായിക്കാനായിട്ട് ഒരാൾ വന്നു. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ വന്നു. ആരാണത്? കമൻറ്റ് ചെയ്യൂലേ? അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച രാവാണ്. ഗൾഫിലുള്ളവർക്ക് തർവിയ രാവാണ്. നമുക്ക് ഏറ്റവും മഹത്വം നിറഞ്ഞ ദുൽഹജ്ജിൽ ആദ്യത്തെ തിങ്കളാഴ്ച രാവാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇന്നത്തെ രാത്രിയിലെ മജ്ലിസിൽ എല്ലാവരും ഉണ്ടാവണം. എന്തൊക്കെ തിരക്കുണ്ടോ അതൊക്കെ മാറ്റി വെച്ച് വരണം. പല ആളുകളും പറഞ്ഞു, ഉസ്താദ് 7 മണിയുടെ മജ്ലിസ് 7:15 സൗകര്യമായിരുന്നു എന്നാണ്.
അപ്പോൾ നമുക്ക് 7:15 ഇന്ന് മുതൽ കേട്ടോ. 7:15 മജ്‌ലിസ്, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ദുആവസിയത്തുകളുണ്ട്. 2 വയസ്സായിട്ടും കുട്ടിയൊന്നും എഴുന്നേറ്റ് നടക്കുന്നില്ല എന്ന സങ്കടം പറഞ്ഞവർ, കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല എന്ന സങ്കടം പറഞ്ഞവർ, അങ്ങനെ തുടങ്ങി ഒരുപാട് സങ്കടങ്ങൾ. അസുഖബാധിതർ, പ്രയാസം അനുഭവിക്കുന്നവർ, മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. ആ കുഞ്ഞിന് അള്ളാഹു എത്രയും പെട്ടെന്ന് നടക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. നീ സായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. കരുണക്കടലായ റബ്ബേ, പടച്ചോനെ, ഞങ്ങളിൽ നിന്ന് സംഭവിച്ച തെറ്റുകളെല്ലാം നീ പൊറുക്കണേ അല്ലാ. ഒരുപാട് പാപങ്ങൾ ചെയ്തു, നീ കഴുകിക്കളയണേ അല്ലാ. കൽബ് നന്നാക്കണേ അല്ലാ. നിന്നോടുള്ള പ്രണയം കൊണ്ട് നിറയ്ക്കണേ അല്ലാ. നിൻ്റെ ഹബീബിനെ പ്രണയിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഐക്യം നൽകണേ അല്ലാ. ഇണകളെയും മക്കളെയും നന്നാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളായ മക്കളെ തരണേ അല്ലാ. ഇല്ലാത്തവരുടെ കണ്ണുനീർ തുടയ്ക്കണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. റിസൾട്ടിനായി കാത്തിരിക്കുന്നവരുണ്ട്, ഉന്നത വിജയം നൽകണേ അല്ലാ. പടച്ചവനെ, റിസൾട്ടൊക്കെ വന്നവരുണ്ട്, ഹൈറായ അഡ്മിഷൻ നൽകണേ അല്ലാ. ഒരുപാട് അസുഖബാധിതർ ഞങ്ങളിലുണ്ട്, പരിപൂർണ്ണ സൗഖ്യം നൽകണേ അല്ലാ. യാ റബ്ബന, സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. ഈ റിലീഫ് പദ്ധതിയിലേക്ക് സഹായങ്ങൾ നൽകിയവരെ നീ ചേർത്ത് പിടിക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാ. എന്തെല്ലാം ഷർറുകളുണ്ടോ അതൊക്കെ ബാത്തിലാക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ, ആരെല്ലാം ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ടോ, കമൻറ്റ് ബോക്സിൽ സങ്കടങ്ങൾ എഴുതി വെച്ചവരുണ്ട്, എല്ലാവരുടെയും ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാ. സങ്കടങ്ങളെല്ലാം അകറ്റണേ അല്ലാ. എന്തെല്ലാം കമൻറ്റുകളാണോ വന്നിട്ടുള്ളത് അതിനൊക്കെ നീ ഉത്തരം നൽകണേ അല്ലാ. നീ ഉത്തരം നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ലാ. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. യാ റബ്ബന, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.